നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ രാജ്, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ, പ്രശാന്തി ഹോസ്പിറ്റൽ. അടുത്തൊരു മഴക്കാലമായി പനികളും കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഒരു പനിയോട് കൂടിയുള്ള ഫിറ്റ്സ്, അതായത് ഫെബ്രൽ സീസണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പനിയോടുകൂടിയുള്ള ഫിറ്റ്സ്, പക്ഷേ ഈ ഫിറ്റ്സിന് മുന്നോടിയായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു CNS ഇൻഫെക്ഷൻ, തലച്ചോറ് സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻ ഒന്നുമില്ല, ഷുഗറോ സോഡിയം അതേപോലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒന്നുമില്ല, അതേപോലെ തന്നെ തല ഇടിക്കുകയോ അല്ലെങ്കിൽ തലയ്ക്കൊരു ഹെഡ് ട്രോമയുടെ കോസ് ഒന്നുമില്ല, അതേപോലെ തന്നെ നേരത്തെ ഫിറ്റ്സിന്റെ അസുഖമുള്ള സീഷർ ഡിസോർഡേഴ്സ് ഉള്ള കുഞ്ഞുങ്ങളിൽ ഇപ്പൊ പനി വരുമ്പോഴുള്ള ഫിറ്റ്സ് അങ്ങനെ ഒന്നും വരാത്ത കണ്ടീഷനിലാണ് നമ്മൾ ഫെബ്രൽ സീഷർ എന്ന് പറയുന്നത്. പനി വന്ന് ഉടനെ തന്നെ ഫിറ്റ്സ് വരും. പക്ഷെ ഞാൻ ഈ മുന്നേ പറഞ്ഞ കാരണങ്ങളൊന്നും ആയിരിക്കുകയില്ല ആ സീഷറിനുള്ള കാരണം. ഈ പനിയോട് കൂടിയുള്ള ഫിറ്റ്സ് തന്നെ രണ്ട് തരമുണ്ട്: സിമ്പിൾ ഫെബ്രൽ സീഷർ അല്ലെങ്കിൽ കോംപ്ലക്സ് ഫെബ്രൽ സീഷർ. ഈ കോംപ്ലക്സ് ഫെബ്രൽ സീഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പനിയോട് കൂടിയുള്ള ഫിറ്റ്സ് ഒരു 15 മിനിറ്റിൽ കൂടുതൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ 24 മണിക്കൂറിൽ തന്നെ വീണ്ടും രണ്ടാമത് ഒന്നുകൂടെ ഫിറ്റ്സ് വരികയാണ്, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കൈ മാത്രമായിട്ട് ഫിറ്റ്സ് വരികയാണ്. അതേപോലെ തന്നെ ഫിറ്റ്സ് വന്നതിന് ശേഷം റിക്കവറി, അതായത് കുഞ്ഞ് നോർമൽ ആവാനായിട്ട് 1 മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കുകയാണ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് കോംപ്ലക്സ് ഫെബ്രൽ സീഷേഴ്സ് എന്നാണ് നമ്മൾ അങ്ങനെയുള്ള കണ്ടീഷൻസിനെ പറയുന്നത്. ബാക്കി അല്ലാത്തുള്ള എല്ലാം സിമ്പിൾ ഫെബ്രൽ സീഷേഴ്സ് ആണ്. യൂഷ്വലി ഇത് കണ്ടുവരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 3 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിലാണ് പനിയോട് കൂടിയുള്ള ഫിറ്റ്സ് യൂഷ്വലി കണ്ടുവരുന്നത്. അതിനകത്ത് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1/3 ഓഫ് കേസസ്, അതായത് 10ൽ 3 കേസുകളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫാമിലി ഹിസ്റ്ററിയാണ്. അതായത് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ചേട്ടനോ അനിയനോ ഒരു ഇതേപോലെ പനിയോട് കൂടിയുള്ള ഫിറ്റ്സിന്റെ ഹിസ്റ്ററി നമുക്ക് കിട്ടാറുണ്ട്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ്. അതിനായിട്ട് നമുക്ക് കുഞ്ഞിന്റെ വെയിറ്റ് അനുസരിച്ച് പാരസ്റ്റമോൾ കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളത്തിൽ കോട്ടന്റെ തുണി മുക്കി നന്നായിട്ട് തുടച്ചെടുക്കാം. അതേപോലെ തന്നെ ഫിറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. യൂഷ്വലി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 15 മിനിറ്റിനുള്ളിൽ തന്നെ സബ്സൈഡ് ചെയ്യും. അന്നേരം ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞിനെ ഏതെങ്കിലും ഒരു ഫേമായിട്ടുള്ള ഒരു സർഫസിലേക്ക് കിടത്തുക, കട്ടിലോ അല്ലെങ്കിൽ താഴെയോ കിടത്തുക, ഒരു സൈഡിലേക്ക് ചരിച്ച് കിടത്തുക. കാരണം ഈ ഫിറ്റ്സ് വരുമ്പോഴത്തേക്ക് നൊരയും പതയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വായിൽ കളക്ട് ചെയ്തിട്ട് ചരിച്ച് കിടത്തുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോൾ സൈഡിൽ കൂടെ ഒളിച്ചിഞ്ഞ് പോന്നോളും. ഇല്ലെങ്കിൽ അത് ലങ്സിലേക്ക് പോയി ആസ്പിറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അന്നേരം ഒരു സൈഡിലേക്ക് ചരിച്ച് കിടത്തുക. 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സബ്സൈഡ് ആവും. ടെമ്പറേച്ചർ കൺട്രോളിനായിട്ട് പാരസ്റ്റമോൾ കൊടുക്കുക, ടെപ്പിഡ് സ്പഞ്ച് ചെയ്യുക. ഇതാണ് ഇതിന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റുകൾ. ഈ ഫിറ്റ്സ് ഞാൻ പറഞ്ഞു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സബ്സൈഡ് ആവും. പക്ഷെ അതിൽ കൂടുതൽ ദൈർഘ്യം കൂടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരു ഡോക്ടറിന്റെ ക്ലിനിക്കിലേക്കോ അല്ലെങ്കിൽ ചെറിയ OP-കളിലേക്കോ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിറ്റ്സ് മാനേജ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ കാണില്ല. അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ഈ കോംപ്ലക്സ് ഫെബ്രൽ സീഷേഴ്സ് എന്തൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ കോംപ്ലക്സ് ഫെബ്രൽ സീഷർ ഉള്ള കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ റെക്കറന്റ് സിമ്പിൾ ഫെബ്രൽ സീഷേഴ്സ് അടുപ്പിച്ച് ഓരോ പനി വരുമ്പോഴത്തേക്കും ഈ ഫെബ്രൽ സീഷർ വരുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇന്റർമിറ്റന്റ് പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാം. ബെൻസോഡൈസപ്പിൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് നമുക്ക് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ 2 നേരം എന്നുള്ള രീതിയിൽ കുഞ്ഞിന് വീണ്ടും റെക്കറൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഫെബ്രൽ സീഷർ ഉള്ള കുഞ്ഞുങ്ങളുടെ പേരൻസിന്റെ അടുത്ത കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് റെക്കർ ചെയ്യുമോ എന്നുള്ളതാണ്, വീണ്ടും വരുമോ എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. റെക്കറൻസിന്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 30 മുതൽ 35% കുഞ്ഞുങ്ങളിൽ ഈ ഫെബ്രൽ സീഷർ റെക്കർ ചെയ്യാം. അതായത് 100ൽ 30 മുതൽ 35 കുട്ടികളിൽ വീണ്ടും ഈ ഫെബ്രൽ സീഷർ വരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കണക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 20% കുഞ്ഞുങ്ങളിൽ ഒരു പ്രാവശ്യം റെക്കർ ചെയ്യാനുള്ള ചാൻസസും ഒരു 9 മുതൽ 10% കുഞ്ഞുങ്ങളിൽ 2 പ്രാവശ്യം റെക്കർ ചെയ്യാനുള്ള ചാൻസസും ഏകദേശം 5 മുതൽ 6% കുഞ്ഞുങ്ങളിൽ 3 അതിൽ കൂടുതൽ പ്രാവശ്യമോ റെക്കർ ചെയ്യാനുള്ള ചാൻസസും ഉണ്ട് ഈ ഫെബ്രൽ സീഷർ. അത് തന്നെ ഏകദേശം 90% കേസുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഫിറ്റ്സ് വന്ന് ഒരു വിത്തിൻ 2 ഇയേഴ്സിൽ തന്നെ റെക്കർ ചെയ്യാനുള്ള ചാൻസസ് ആണ് നമ്മൾ കാണുന്നത്. ഇനി ഏതൊക്കെ കുട്ടികളിലാണ് ഇത് റെക്കർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഈ ചില റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള കുഞ്ഞുങ്ങളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് റെക്കർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയുള്ളതെന്നുള്ളത് ഞാൻ പറയാം. ഒരു 1.5 വയസ്സിന് മുമ്പായിട്ട് ആദ്യത്തെ എപ്പിസോഡ് വരിക, അതായത് 18 മന്ത്സിന് മുമ്പായിട്ട് വരിക, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഫെബ്രൽ സീഷർ ഉണ്ട്, അല്ലെങ്കിൽ സീഷർ ഡിസോർഡേഴ്സ് ഉണ്ട്, അപസ്മാരത്തിന്റെ അസുഖം ഫാമിലികളിലുണ്ട്, അങ്ങനെയുള്ള കുട്ടികളിൽ ചെറിയ ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്ക് തന്നെ സീഷർ വരുന്ന കുഞ്ഞുങ്ങളിൽ, അതേപോലെ തന്നെ ഫീവർ വന്ന് വിത്തിൻ 1 അവർ തന്നെ വീണ്ടും സീഷർ വരുന്ന കുഞ്ഞുങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോംപ്ലക്സ് ഫെബ്രൽ സീഷർ ഉള്ള കുഞ്ഞുങ്ങളിൽ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് റെക്കറൻസിനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. ഈ പനിയോടുകൂടിയുള്ള ഫിറ്റ്സ് വരുമ്പോഴത്തേക്ക് പേരൻസ് ഓവർ വെറീഡ് ആവേണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് കുഞ്ഞിന്റെ 90% കേസുകളിലും കുഞ്ഞിന്റെ മാനസികമായിട്ടുള്ള വളർച്ചയോ ശാരീരികമായുള്ള വളർച്ചയോ ഒന്നും ബാധിക്കുന്നതല്ല.
അല്ല. ഫിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൊലോങ് ചെയ്യുന്നുണ്ട്, അതായത് 10 മിനിറ്റിൽ കൂടുതലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി അതിന് വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ കോംപ്ലക്സ് ഫെബ്രൽ സീഷറിനകത്താണ് വരുന്നതെങ്കിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ബാക്കി സിമ്പിൾ ഫെബ്രൽ സീഷറിന് നമ്മൾ പ്രത്യേകിച്ച് ഇവാലുവേഷന്റെ ഒന്നും ആവശ്യമില്ല. എന്തുകൊണ്ട് പനിക്കുന്നു എന്ന് മാത്രം നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ മതി. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സീഷറിനായിട്ടുള്ള ഇവാലുവേഷൻ ഒന്നും സിമ്പിൾ ഫെബ്രൽ സീഷറിന് വേണ്ടി വരില്ല. നന്ദി.